Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, miss. Morning, ma'am. Good morning, miss. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ വെൻഡർ ഇവാലുവേഷൻസിന്റെ ടൈപ്പ് ആണല്ലേ പഠിച്ചത്. ഏതൊക്കെ തരത്തിലുള്ള വെൻഡർ ഇവാലുവേഷൻ ഉണ്ട് അല്ലെ? 3 തരത്തിലുള്ള വെൻഡർ ഇവാലുവേഷൻ ആണ് പറയുന്നത്. ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ്, ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് അല്ലെ? ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം നടന്നതിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ? ആ ഒരു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെ? അത് നമുക്ക് ലാഭമായിരുന്നോ നഷ്ടമായിരുന്നോ അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ്, ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു പർച്ചേസിംഗ് നടത്തുന്നതിനെയാണ് ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ മക്കളെ? ക്ലിയർ ആണോ എല്ലാം? ആണോ? ടൈപ്സ് ചോദിക്കാം കേട്ടോ, ടൈപ്സ് ചോദിക്കാം. പിന്നെ എന്താണ്? ഡാഷ് ടൈപ്പ് ഓഫ് വെൻഡർ ഇവാലുവേഷൻ, ഡാറ്റ ഈസ് കളക്ടഡ് ഫ്രം മെനി സോഴ്സസ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സിലാണ് അല്ലെ? ഇൻഫോർമൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യാണ് അവരുടെ ഡയറീസ് അല്ലെ? വെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പർച്ചേസിംഗ് മുമ്പ് പർച്ചേസിംഗ് നടത്തിയിട്ടുള്ള വെൻഡേഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതുന്ന വെൻഡർ ഇവാലുവേഷൻ റെക്കോർഡ് അല്ലെ? ലോഗ് ബുക്ക് എന്നും പറയും. വെൻഡർ ഇവാലുവേഷൻ റെക്കോർഡുകളിൽ നിന്ന്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകളിൽ നിന്ന്, ജേർണൽസിൽ നിന്ന്, ഡയറീസിൽ നിന്നൊക്കെ ഓരോ സപ്ലയേഴ്സിനും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്? അവര് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെഞ്ചറെ തിരഞ്ഞെടുക്കുന്നു, ഇവാലുവേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞത് ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് അല്ലെ? ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു പർച്ചേസിങ് ഒരു ഡ്രസ് മേടിച്ചതിന് ശേഷം നമ്മ ഒന്ന് റേറ്റിംഗ് ചെയ്ത് നോക്കാറില്ലേ? ആ ഡ്രസ്സ് അല്ലെ? നമ്മ പൈസ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഉണ്ടോ അല്ലെ? അതിനുള്ള മെറ്റീരിയൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറില്ലേ? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്. അതേപോലെ എന്താണ്? ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ്, ആ ഒരു പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് അവര് വിലയിരുത്തും. സോറി, ആഫ്റ്റർ ആണ് കേട്ടോ, മിസ് പറഞ്ഞത് മാറിപ്പോയി. ആഫ്റ്റർ, കഴിഞ്ഞതിന് ശേഷം അവർ ആ ഒരു പർച്ചേസിങ്ങിനെ കുറിച്ച് വിലയിരുത്തുന്നത്. ആ ഒരു പർച്ചേസിങ് എങ്ങനെയായിരുന്നു അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് എങ്ങനെ സംഭവിച്ചു, അത് അവർക്ക് വിജയമായിരുന്നു, അതായത് അത് അവർക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടാക്കിയത് അല്ലെ? അല്ലെങ്കിൽ അവർക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കാലോ? അത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് ഇവാലുവേഷൻ അല്ലെ? ആ ഒരു ഫാക്ട് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, ആ ഒരു പർച്ചേസിങ് നടത്തുന്നതിന് മുമ്പ് അവർ ഇവാലുവേഷൻ നടത്തുകയാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ദ ഇവാലുവേറ്റർ പ്ലാൻസ് ആൻഡ് സ്റ്റാർട്ട് ഗ്യാതറിംഗ് ഡാറ്റ ഏർലി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ പ്രൊജക്ട് അല്ലെ? ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ് നടക്കുന്നതിന് മുമ്പ് തന്നെ, ഏർലി അല്ലെ, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇവാലുവേഷൻ വെഞ്ചർ കേപ്പബിലിറ്റീസ് ആർ എൻ എക്സാമ്പിൾ. അതിന്റെ എക്സാമ്പിൾ പറയുന്നത് എന്താണ്? ആ ഒരു വെഞ്ചർ അല്ലെ? അതിന് അവരുടെ കഴിവുകൾ എങ്ങനെയാണ് അല്ലെ? ഇപ്പൊ നമ്മ അവർക്ക് ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അവർക്ക് ആ ഒരു സപ്ലയേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സിന് നമുക്ക് കറക്റ്റ് ലീഡ് ടൈമിന് ആ പ്രോഡക്റ്റുകൾ ലഭ്യമാക്കാൻ സാധിക്കും അല്ലെ? അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ അല്ലെ? അവരുടെ പ്രോഡക്റ്റുകള് ക്വാളിറ്റി ഉള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തില്ലേ?
അപ്പൊ അതാണ് വെഞ്ചർ കേപ്പബിലിറ്റീസ്. അതായത് നമ്മ ഒരു പർച്ചേസിങ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിന്റെ കഴിവുകളെ കുറിച്ച്. കഴിവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് കറക്റ്റ് ലീഡ് ടൈമിന് നമുക്ക് തരാൻ സാധിക്കോ അല്ലെ? പിന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ അല്ലെ? അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് നമുക്ക് തരുന്ന പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഉള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്താറില്ലേ? അപ്പൊ അങ്ങനെയുള്ള വെഞ്ചർ കേപ്പബിലിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? സൈറ്റ് വിസിറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മ? സൈറ്റ് വിസിറ്റ്, ഡെമോ കാണിക്കുക അല്ലെ? ഡെമോസ് അതൊക്കെ നമുക്ക് ആ ഒരു വെൻഡേഴ്സിന്റെ കഴിവുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? ഡെമോസ് ഒക്കെ കാണിക്കുന്നത് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ഫ്രാങ്ക് കാപ്ലൻ, the vendor surveys and capability determination is an important task to the purchaser organization to determine. അല്ലെ? എന്താണ് നമ്മുടെ വെൻഡർ സർവേ? നമ്മ വെൻഡേഴ്സിനെ സർവേ ചെയ്യുന്നത് അല്ലെ? നമുക്ക് പ്രോഡക്റ്റുകൾ തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സുകൾ തരാൻ വേണ്ടിയിട്ട് നമ്മ വെൻഡേഴ്സിനെ സർവേസ് നടത്തും അല്ലെ? ഏതൊക്കെ വെൻഡേഴ്സിന്റെ അടുത്ത് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട് അല്ലെ? നമുക്ക് ആരെയാണ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള വെൻഡർ സർവീസ്. പിന്നെ നമ്മുടെ വെൻഡർമാരുടെ കേപ്പബിലിറ്റീസ് അല്ലെ? അവരുടെ കഴിവുകള് നമ്മൾ ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് നമ്മുടെ പർച്ചേസർ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ആരാണോ പർച്ചേസിങ് നടത്തുന്നത് അല്ലെ? ഇപ്പൊ ഏത് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് പർച്ചേസിങ് നടത്തുന്നത്, അവരെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് അല്ലെ? ഇപ്പൊ നമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെൻഡറിന്റെ കേപ്പബിലിറ്റീസ്, വെൻഡേഴ്സിന്റെ സർവീസ് ഒക്കെ നമ്മൾ നോക്കാണ്ട് നമുക്ക് പർച്ചേസിങ് നടത്താൻ പറ്റുമോ? ചിലപ്പോ നമുക്ക് എന്ത് പറ്റും? അബദ്ധങ്ങൾ പറ്റില്ലേ? നമ്മൾ ശരിയായ രീതിയിൽ ഒരു വെൻഡറെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോ എന്താണ് അബദ്ധങ്ങൾ പറ്റാം അല്ലെ? ഫേക്ക് ആയിട്ടുള്ള ചിലപ്പോ സപ്ലയേഴ്സിനായിരിക്കും നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ പണം നഷ്ടം വരില്ലേ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ എന്താണ് ഫ്രാങ്ക് കാപ്ലൻ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേറ്റർ ആണ്. കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷണൽ ടോയ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. കൂടാതെ യൂത്ത് വർക്കർ ആണ് കേട്ടോ. അപ്പൊ ആള് പറയുന്നത് എന്താണ്? ഒരു പർച്ചേസർ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അവര് എന്താണ്? നമ്മുടെ വെൻഡർ സർവീസ് നടത്താം അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആരിൽ നിന്ന് വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി വെൻഡർ സർവീസ് നടത്താം. കൂടാതെ ആ സർവീസിൽ അവരാരൊക്കെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ കഴിവുകളും അവരെന്ത് ചെയ്യണം? അന്വേഷിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് ഇൻ അഡ്വാൻസ് ദ കേപ്പബിലിറ്റി ഓഫ് ദി വെൻഡർ ടു പ്രൊഡ്യൂസ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഓൺ ഷെഡ്യൂൾ അല്ലെ? അതിന്റെ കേപ്പബിലിറ്റി ഓഫ് ദി വെൻഡേഴ്സ് മുൻകൂട്ടി നിശ്ചയിക്കുന്ന, അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ആ പ്രോഡക്റ്റുകൾ, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റുകൾ അവരെങ്ങനെ നിർമ്മിക്കുന്നുണ്ടോ എന്ന് ക്വാളിറ്റിയിൽ അല്ലെ? ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് അവര് തിരഞ്ഞെടുക്കുന്ന വെൻഡേഴ്സിനുണ്ടോ എന്നും ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ? ജസ്റ്റ് അവര് തിരഞ്ഞെടുക്കുന്ന വെൻഡേഴ്സ് ഒരുപാട് നാളായിട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, വലിയ കമ്പനിയാണ്, വലിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എങ്ങനെയുള്ളതായിരിക്കണം? ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലേ? ആണോ? അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അവര് നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് അവരെങ്ങനെയാണ് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണോ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി അവര് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് efficient companies hold their suppliers and vendors consider them as
പാർട്ട്നേഴ്സ് ടു അസിസ്റ്റ് ദെയർ ബിസിനസ്. അല്ലെ, ശരിയാണ് അല്ലെ. എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പനി എന്ത് ചെയ്യാണ്? അവരെ സപ്ലയേഴ്സിന്, അവരെ വെൻഡേഴ്സിന് അവരെ ബിസിനസിനെ സഹായിക്കുന്നതിനുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു അല്ലേ? ശരിയല്ലേ? അവര് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകള് അവർക്ക് കൊടുക്കുന്നത് കൊണ്ടല്ലേ അവർക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നതും ആളുകൾക്കിടയിൽ ഒരു വിശ്വസ്തത ഉണ്ടാകുന്നതും അല്ലേ? ആണോ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന സപ്ലയേഴ്സ് നമുക്ക് ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകളാണ് തരുന്നതെങ്കിൽ നമുക്ക് ആളുകൾക്കിടയിൽ ഒരു വിശ്വസ്തത ഉണ്ടാവോ? നമ്മ അത് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ എങ്ങനെയായിരിക്കും? ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും അല്ലേ? പെട്ടെന്ന് എന്താണ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് സിറിഞ്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കോട്ടൺസ് യൂസ് ചെയ്യുന്നുണ്ട്, കത്തീറ്റേഴ്സ് ട്യൂബുകൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ആൻജിയോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് സ്റ്റെപ്സുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ എന്തു പറ്റും? ആ ഹോസ്പിറ്റലിന്റെ വിശ്വസ്തതയ്ക്ക് കോട്ടം വരുന്നുണ്ടോ? ഇമേജിനെ ബാധിക്കുന്നുണ്ടോ? ഇമേജിനെ ബാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? അതിപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു കമ്പനി ആണെങ്കിലും അങ്ങനെയാണ് അല്ലെ? ആളുകൾക്കിടയിൽ അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പനികൾ എങ്ങനെയാണ് നമ്മുടെ ഹോൾഡേഴ്സ്, സപ്ലയേഴ്സിനെയും വെൻഡേഴ്സിനെയും കണക്കാക്കുന്നത്? അവരുടെ ബിസിനസിന്റെ അല്ലെ, ബിസിനസിനെ സഹായിക്കുന്ന പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മുടെ വെൻഡേഴ്സിനെയും സപ്ലയേഴ്സിനെയും കണക്കാക്കുന്നു. ബിസിനസ് പാർട്ട്ണർ. ഓക്കെ, ക്ലിയർ ആയത്? നെക്സ്റ്റ് പറയുന്നത് it is viewed as mutually beneficial partnership. അല്ലെ, ഇതിൽ കാണുന്നത് എന്താണ്? രണ്ടുപേർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണ് അല്ലെ? ഇപ്പൊ സപ്ലയേഴ്സ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുക്കുന്നത് മൂലം നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന് അവരെ ഇമേജ് വർദ്ധിപ്പിക്കാനും ആളുകൾക്കിടയിൽ വിശ്വസ്തത ഉണ്ടാകാനും സാധിക്കുന്നു അല്ലെ? അതുമൂലം അവരുടെ പ്രോഫിറ്റും കൂടുന്നുണ്ട്. കൂടാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഈ സപ്ലയേഴ്സിനെ തന്നെ സെലക്ട് ചെയ്യുന്നു അല്ലെ? ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ആണോ? എന്താണ്? ഇറ്റ് ഈസ് വ്യൂഡ് എ മ്യൂച്വലി ബെനിഫിഷ്യൽ പാർട്ട്ണർഷിപ്പ് അല്ലെ? അതിൽ കാണുന്നത് രണ്ടുപേർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പങ്കാളിത്തമാണോ? പാർട്ട്ണർഷിപ്പ് ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് if a supplier or vendor is a major part of service to operation, invite their supplier or vendor to strategic meeting that involve the product they work with. അല്ലെ? എന്താണ്? നമ്മുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ സർവീസുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മേജർ പാർട്ടാണ് അല്ലെ? ആണോ? വലിയൊരു ഭാഗം എന്ന് പറയാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ നമ്മുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നും വെൻഡേഴ്സിന്റെ അടുത്ത് നിന്നാണ് അല്ലെ വാങ്ങുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ സർവീസുകളും പ്രവർത്തനങ്ങളും നടത്തുന്നത്. എക്യുപ്മെന്റുകൾ, മെഷീനറീസ്, നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺസ്, ലിനൻസ് അല്ലെ? എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിലും അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സിനൊക്കെ എന്താണ്? അവിടുത്തെ സർവീസുകളുടെ പ്രവർത്തനങ്ങളുടെ ഒരു മേജർ പാർട്ടായിട്ട് കണക്കാക്കുന്നു. കൂടാതെ അവരുടെ ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്താറുണ്ട്, ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഇൻവൈറ്റ് ദാറ്റ് സപ്ലയർ ഓർ വെൻഡർ ടു സ്ട്രാറ്റജിക് മീറ്റിംഗ് that involve the product that they work with. അല്ലെ? എന്താണ്? അവരുടെ ഓരോ സപ്ലയേഴ്സിന്റെയും ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ട്രാറ്റജി തന്ത്രപരമായിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോൾ നമ്മൾ ആ ഒരു സപ്ലയേഴ്സിനെയും ആ വെൻഡേഴ്സിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ പ്രോഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ക്വാളിറ്റി ആണോ?
അപ്പൊ എന്താണ് നമ്മുടെ വെൻഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ എന്താണ് അവരുടെ ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെന്റുകൾ തന്ത്രപരമായിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്താറുണ്ട്. എന്താണ് അവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനും അല്ലെ, അതിന്റെ ക്വാളിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അല്ലെ, അതിന് വേണ്ടിയിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് there are numerous tips and tools through which companies need to effectively celebrate their suppliers and vendors, track their performance, and ultimately increase companies' overall productivity. എന്തിനൊക്കെയാണ് ന്യൂമറിസ് ടിപ്സ് ആൻഡ് ടൂൾസുകൾ ഉണ്ടെന്ന് പറയുന്നത്? need to effectively celebrate their suppliers അല്ലെ. കമ്പനികൾക്ക് അവരുമായി ബന്ധപ്പെട്ട വിതരണക്കാരെയും വെൻഡേഴ്സിനെയും ഫലപ്രദമായി ഒബ്സർവ് ചെയ്യും. ഇവിടെ സെലിബ്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്സർവ് ചെയ്യാന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ കമ്പനികൾക്ക്, നമ്മുടെ ഹോസ്പിറ്റൽ, ഇവിടെ ഹോസ്പിറ്റലാണ് അല്ലെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട സപ്ലയേഴ്സിനെയും വെൻഡേഴ്സിനെയും ഫലപ്രദമായി ഒബ്സർവ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ അല്ലെ, കണ്ടെത്താനും പിന്നെ എന്താണ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് എന്താണ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി അല്ലെ, മൊത്തത്തിലുള്ള പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും എന്താണ് ഒരുപാട് ടിപ്സുകൾ, ന്യൂമറസ് ടിപ്സ് ആൻഡ് ടൂൾസ് അല്ലെ, ഒരുപാട് ടിപ്സുകളും ടൂൾസുകളും ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചപ്പോഴല്ലേ, ഇപ്പൊ വെൻഡർ ഇവാലുവേഷൻ പഠിച്ചു അല്ലെ, പലതരത്തില് നമ്മുടെ ഹോസ്പിറ്റലുകാരെ അവർക്ക് ആവശ്യമുള്ള വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാമായിരുന്ന ഇങ്ങനെയൊക്കെയാണ് അവിടേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾക്കറിയാമായിരുന്നോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് ഓരോന്നിനും അല്ലെ എന്താണ് പലതരത്തിലുള്ള ടിപ്സുകളും പിന്നെന്താണ് ടൂൾസുകളും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഓരോ കമ്പനികൾക്കും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെൻഡേഴ്സിനെയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സപ്ലയേഴ്സിനെയും ഒബ്സർവ് ചെയ്യാൻ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, അവരെങ്ങനെയൊക്കെയാണ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെ, അവർ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ആ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും അവരുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക അല്ലെ. നമ്മ ഒരു എന്താണ് പർച്ചേസിങ്ങിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാല് അവരുടെ പ്രവർത്തനം എങ്ങനെയൊക്കെ ആയില്ലേ, നമുക്ക് ആ കറക്റ്റ് ലീഡ് ടൈമിന് അവർക്ക് തരാൻ സാധിക്കും അല്ലെ, അവരുടെ മാനുഫാക്ചറിങ് എങ്ങനെയൊക്കെ ആയി, ഏതുവരെ ആയില്ലേ. അപ്പൊ അങ്ങനെയുള്ള അവരുടെ പെർഫോമൻസ് പ്രകടനങ്ങൾ കണ്ടെത്താനും കൂടാതെ നമ്മുടെ ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഉൽപാദനക്ഷമത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ഒരുപാട് ടിപ്സുകളും ടൂൾസുകളും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. അപ്പൊ 3 തരത്തിലുള്ള വെൻഡർ ഇവാലുവേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ് അല്ലെ, പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ, ഇൻഫോർമൽ ആയിട്ടുള്ള റെക്കോർഡ്സുകൾ അല്ലെ, ജേർണൽസ്, ഡയറീസ്, ലോഗ് ബുക്ക്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിലേക്ക് ആവശ്യമായിട്ടുള്ള ഭാവിയിൽ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു പർച്ചേസിങ് അല്ലെ നടന്നതിന് ശേഷം ആ ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. ആ ഒരു പർച്ചേസിംഗ് കൊണ്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലെ, അവർക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു. നെക്സ്റ്റ് ബിഫോർ ദ ഫാക്ട് ഡിസൈനഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർച്ചേസിങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെ നമ്മുടെ ആ ഒരു വെൻഡേഴ്സിന്റെ കേപ്പബിലിറ്റീസ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവരുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകളൊക്കെ കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ?
ഇത്രയേ ഉള്ളൂ പഠിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ അതില്. ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് വെൻഡർ അസസ്മെന്റ് പ്രോസസ് അല്ലെ. നമ്മുടെ വെൻഡറിനെ അസസ് ചെയ്യുന്ന, വിലയിരുത്തുന്ന പ്രക്രിയ എങ്ങനെയാണ്? ഫസ്റ്റ് പറയുന്നത് സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങുകയാണ് അല്ലെ. എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ. ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെൻഡർ അസസ്മെന്റിന് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ എന്താണ്? നമ്മുടെ നീഡ്സുകൾ മനസ്സിലാക്കണോ നമ്മ? എന്നാലല്ലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ആണോ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യകതകൾ അല്ലെ, റിക്വയർമെന്റ്സുകൾ, നീഡ്സുകൾ മനസ്സിലാക്കണോ? നോ. അപ്പൊ ഫസ്റ്റ് അതിൽ എന്തൊക്കെ പെടുന്നതെന്ന് വെച്ചാല് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ഓഫ് ദി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. പിന്നെ എന്താണ്? ഡിഫൈൻ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ അല്ലെ. നമ്മ ഫസ്റ്റ് പറഞ്ഞു അല്ലെ. നമ്മ വെൻഡേഴ്സിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെ. പോസ്റ്റ്, ഡെലിവറി ടൈം ആണോ, ക്വാളിറ്റി. അപ്പൊ അങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് അല്ലെ, മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് അവരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർ അസസ് ചെയ്യണോ? അവർക്ക് എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ട് അല്ലേ? ആണോ? എത്രത്തോളം ബഡ്ജറ്റ് ഉണ്ട് അല്ലെ, അവർക്ക് എത്രത്തോളം അതുമായി ബന്ധപ്പെട്ടിട്ട് പൈസ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷനിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാനേജബിൾ ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് അല്ലെ. നമ്മ പറഞ്ഞ എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ എന്താണ് അവർക്ക് അവരുടെ വിശ്വസ്തരായിട്ടുള്ള അല്ലെ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സപ്ലയേഴ്സിന്റെയും വെൻഡേഴ്സിന്റെയും ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് വിശ്വസ്തരായിട്ടുള്ള, അവർക്ക് ആവശ്യമായിട്ടുള്ള പറ്റാവുന്ന വെൻഡേഴ്സിന്റെ ലിസ്റ്റ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് അങ്ങനെ ലിസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യാണ്? ഇവാലുവേറ്റിംഗ് ദ വെൻഡേഴ്സ് അല്ലെ. നമ്മുടെ ഇൻഫോർമൽ റെക്കോർഡ്സുകളൊക്കെ നോക്കി കാണിട്ട് അവരെന്താണ്? വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു അല്ലെ. എന്താണ് ഇൻഫോർമൽ റെക്കോർഡ്സുകൾ നോക്കിയിട്ട് അല്ലെ. അപ്പൊ അവർ ഇവാലുവേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആഫ്റ്റർ എന്താണ് ബിഫോർ ദ ഫാക്ട് ഡിസൈൻ അല്ലെ, ഡെമോസ് അങ്ങനെയുള്ള അവരുടെ കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കി കാണിട്ട് വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? നമ്മ വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് പറ്റാവുന്ന വെൻഡേഴ്സിനൊക്കെ നമ്മ നോക്കിയിട്ട് നമ്മ അവർക്ക് എന്തായിരിക്കും? പർച്ചേസ് എൻക്വയറി നടത്തും അല്ലേ. ആണോ? പർച്ചേസ് എൻക്വയറി നടത്തും. അപ്പൊ അത് നമുക്ക് എന്തായിരിക്കും? വെൻഡർ പ്രൊപ്പോസൽ ആയിരിക്കും അല്ലെ. വെൻഡർ പ്രൊപ്പോസൽ ആയിരിക്കും പല സപ്ലയേഴ്സും നിന്നും അല്ലെ. എന്തൊക്കെയാണ്? ടെൻഡേഴ്സ് എന്ന് പറയും. ഇത്ര രൂപക്ക്, ഇത്ര ലീഡ് ടൈമിന്, ഇന്ന ക്വാളിറ്റിയില്, ഇന്ന ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് തരാമെന്നും പറഞ്ഞു അല്ലെ. ടെൻഡർ അയക്കും. അപ്പൊ എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റിംഗ് ദ വെൻഡർ പ്രൊപ്പോസൽ അല്ലെ. പല സപ്ലയേഴ്സ് ആ ഒരു ഓർഗനൈസേഷന് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊപ്പോസലുകൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇൻ ഡെപ്ത് വെൻഡർ അസസ്മെന്റ്. അവര് ഡീപ്പായിട്ട് അല്ലെ, കുറച്ചും കൂടി ആഴത്തില് ആ ഒരു പ്രൊപ്പോസൽ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചു പേരെ സെലക്ട് ചെയ്തിട്ട് അവർ കുറച്ചും കൂടി ആഴത്തിൽ അവർ ഇവാലുവേറ്റ് ചെയ്യാണ്. ചിലപ്പോൾ സൈറ്റ് വിസിറ്റ് നടത്താം, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ ജസ്റ്റ് ഡെമോസ് കാണിക്കാൻ പറയാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കുറച്ചും കൂടി ആഴത്തിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് പ്രൈമറി ആൻഡ് സെക്കൻഡറി വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാലോ. നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും വെൻഡേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെൻഡർ അസസ്മെന്റ് പ്രോസസ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാലോ. നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് ആവശ്യമായിട്ടുള്ള 2 വെൻഡേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തു അല്ലെ. അപ്പൊ നെക്സ്റ്റ് ആ പ്രോസസ്സ് സ്റ്റോപ്പ്. ഓക്കെ ആണോ? അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് പോലെ പറഞ്ഞിരിക്കുന്നു അല്ലെ. ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. വെൻഡർ ഇവാലുവേഷൻ വെൻഡർ അസസ്മെന്റ് അല്ല കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറില്ല കേട്ടോ.
വെണ്ടർ അസസ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് എന്താണ് ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ അല്ലെ. ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിന്റെ നീഡ്സുകൾ എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് ആ ഒരു വെണ്ടറിനെ തിരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് ഡെവലപ്പ് ചെയ്യാം. പിന്നെ എന്താണ് അവരുടെ ഫിനാൻസ് അല്ലെ, ആ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് അവർക്ക് എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് അവർക്ക് മാനേജബിൾ ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് അല്ലെ, അവർക്ക് പറ്റാവുന്ന അവരുടെ കയ്യിലുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെ വിശ്വസ്തയോഗ്യരായിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റുകൾ നോക്കുന്നു. അതിൽ നിന്ന് വെൻഡേഴ്സിനെ ഒന്നുകൂടി ഇവാലുവേറ്റ് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സുകള്, പിന്നെ എന്താണ് ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് ഇവാലുവേഷൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ വെൻഡേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം വെൻഡേഴ്സിന് എന്ത് കൊടുക്കുന്നു, പർച്ചേസ് എൻക്വയറി കൊടുക്കുന്നു അല്ലെ. അപ്പൊ പർച്ചേസ് എൻക്വയറി കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന് അവര് എന്താണ് പ്രപ്പോസൽ അയക്കും അല്ലെ, അല്ലെങ്കിൽ ടെൻഡേഴ്സ് അയക്കും. അപ്പൊ ആ പ്രപ്പോസൽ അയക്കും. അപ്പൊ ആ ഡിഫറെന്റ് വെൻഡേഴ്സ് പല വെൻഡേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സ് അയച്ചിരിക്കുന്ന ആ പ്രപ്പോസലൊക്കെ അവര് വിലയിരുത്തിയതിന് ശേഷം അവർക്ക് ഉചിതമായിട്ടുള്ള പ്രപ്പോസൽ അവര് നോക്കും അല്ലെ, ആരാണ് അയച്ചിരിക്കുന്നത് എന്ന് അല്ലെ. അങ്ങനെയല്ലേ, അവർക്ക് ഉചിതമായിട്ടുള്ള അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് വെൻഡേഴ്സിന് ഇപ്പൊ ഒരു 20 വെൻഡേഴ്സിന് ഇവര് പർച്ചേസ് റിക്വസിഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ വെൻഡേഴ്സിന്റെ പ്രപ്പോസൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരു 5 പേരാ ഒക്കെ ആയിരിക്കും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ റാങ്കിങ്ങിന്റെ റാങ്കിങ്ങിൽ ഒരു 5 പേര് ഒക്കെ ആയിരിക്കും അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്യും, ഈ 5 പേര് വീണ്ടും ഒന്നുകൂടി ഡീപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്യണോ, അവരുടെ പ്രീവിയസ് എന്താണ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു അല്ലെ, മുൻപത്തെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അല്ലെ, അവർ തരുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ, അവർ പറഞ്ഞ സാധനങ്ങൾ കറക്റ്റ് ഡേറ്റിന് തരാൻ പറ്റുമോ അല്ലെ, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ടോ അല്ലെ, ആണോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ മിസ് പറയുന്നത്. അങ്ങനെ ഇൻ ഡെപ്ത് വെൻഡർ അസസ്മെന്റ്. അപ്പൊ ആ ഒരു 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ചും കൂടിയും ആഴത്തില് വിലയിരുത്തുന്നു. എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൈമറി ആൻഡ് സെക്കൻഡറി വെൻഡേഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സിമ്പിൾ അല്ലേ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വിൻ വിൻ സിറ്റുവേഷൻ. നമ്മുടെ നെഗോസിയേഷനില് വിൻ വിൻ സിറ്റുവേഷൻ. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് വിൻ വിൻ അല്ലെ. 2 കൂട്ടർക്കും എങ്ങനെയാണ് വിൻ ചെയ്യാണ് അല്ലെ, 2 പേരും വിജയിക്കാണ്. അവിടെ എന്തില്ല, നോ ലോസേഴ്സ് അല്ലെ, ഒരാളും പരാജയപ്പെടുന്നില്ല. 2 പേർക്കും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ 2 കൂട്ടർക്കും ആപ്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ വിൻ ചെയ്യുന്ന 2 പേരും വിജയിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നു. അപ്പൊ നോക്കാതെ ഇപ്പൊ ഒരു പർച്ചേസിങ് നടത്തുമ്പോഴാണ് നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്ലോമയിൽ പഠിച്ചു. ഒരു പർച്ചേസിങ് നടത്തുമ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സപ്ലയേഴ്സും ബയേഴ്സും തമ്മിൽ നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ, നെഗോസിയേഷൻ നടത്താറുണ്ട്. ആ ഒരു നെഗോസിയേഷൻ എന്താണ്, 2 കൂട്ടരും എന്തിനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. സപ്ലയേഴ്സ് അവർക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ബെനിഫിറ്റ്സ് കിട്ടാനുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മുടെ വാങ്ങുന്ന ആളാണ് എന്താണ്, അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടാനായിരിക്കും അല്ലെ, ഫ്യൂച്ചർ ബെനിഫിറ്റ്. അപ്പൊ 2 പേരുടെ ഭാഗത്ത് നിന്നും കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തിയാലല്ലേ 2 കൂട്ടർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ചർച്ച നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ, ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ച, ഒരു നെഗോസിയേഷൻ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നതിനെയാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. 2 പേർക്കും ഗുണം ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് ഒരു നെഗോസിയേഷൻ എത്തിച്ചേരുന്നതിനെയാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാം, നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. അവിടെ ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല. നെക്സ്റ്റ്
മിസ് എടുക്കാം കേട്ടോ. വിൻ വിൻസ് ഈസ് എ സിറ്റുവേഷൻ. വിൻ വിൻ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. എപ്പോഴൊക്കെ ഗെയിം, negotiation or strategy in which all parties benefits one way or another. There are no losses അല്ലെ. ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷനില് അല്ലെങ്കിൽ ഒരു ഗെയിമില് അല്ലെ, അല്ലെങ്കിൽ ഒരു ചർച്ചയില്, അല്ലെങ്കിൽ ഒരു തന്ത്രങ്ങള് അല്ലെ, അതില് എല്ലാ കക്ഷികൾക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന, ഒരുപോലെ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതില് ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല അല്ലെ. there are no losses. ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല. ഓക്കെ ആണോ? ഇതൊരു ചർച്ച തന്നെ ആവണം എന്നില്ല. വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചർച്ച തന്നെ ആവണം എന്നില്ല. ചിലപ്പോ ഒരു ഗെയിം കളിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി, തന്ത്രങ്ങള് ആസൂത്രണം ചെയ്യുമ്പോഴായിരിക്കാം അല്ലെ. അപ്പൊ ഇരു കൂട്ടർക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ്, ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല. In a conflict situation, when the participants are trying to work out a resolution, a win-win strategy is one in which everybody is accommodated. All participants come out with. ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കുമ്പോൾ അല്ലെ, ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ, ഒരു സംഘടന സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെ, എന്താണ് രണ്ട് കൂട്ടരും എന്തിനു വേണ്ടിയിട്ടായിരിക്കും പ്രയത്നിക്കുന്നത്, ട്രൈ ചെയ്യുന്നത്? ഇരു കൂട്ടർക്കും എന്താണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ ശ്രമിക്കുന്നത് അല്ലെ. ഒരു സംഘടന ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും വാക്തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെ, അതിനൊരു പരിഹാരം, റെസൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ രണ്ടു കൂട്ടരും വർക്ക് ചെയ്യുന്നത്? ആണോ? അപ്പൊ എന്താണ്, അപ്പൊ ഒരു വിൻ വിൻ സ്ട്രാറ്റജി, അവിടെ ഒരു വിൻ വിൻ അങ്ങനെ ഒരു സംഘടനകൾ വരുമ്പോൾ നമ്മൾ ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ് വൺ ഇൻ വിച്ച് എവരിബഡി ഈസ് അക്കോമഡേറ്റഡ് അല്ലെ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇരു കൂട്ടർ ആ സംഘടനത്തിൽ അല്ലെങ്കിൽ ആ ഒരു നെഗോസിയേഷനിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടിസിപ്പൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു, ഉൾപ്പെടുത്തുന്നു. കൂടാതെ എന്താണ്, രണ്ട് പാർട്ടിസിപ്പൻസും വിജയിക്കുന്നു അല്ലെ, വിന്നിങ്. ഓക്കെ ആണോ? അവിടെ ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല, ഒരാൾക്കും അനുകൂലമായിട്ട് അല്ലെ തീരുമാനം എടുക്കുന്നില്ല. ഇപ്പൊ രണ്ട് പാർട്ടികളും, ഇപ്പൊ ബയേഴ്സും സെല്ലേഴ്സും, ബയ്യറും സെല്ലറും തമ്മിൽ ഒരു നെഗോസിയേഷൻ നടക്കുകയാണെങ്കിൽ എന്താണ്, ബയ്യർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കല്ല അവിടെ എത്തിച്ചേരുന്നത്. ഇരു കൂട്ടർക്കും ബെനിഫിറ്റ്സ് ആകുന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? രണ്ടുപേരും ആ ഒരു നെഗോസിയേഷനിൽ ഉൾക്കൊണ്ടിട്ട് അല്ലെ, ആ ഒരു ചർച്ചയിൽ അവര് രണ്ടു കൂട്ടരെയും ഉൾപ്പെടുത്തി രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ബാക്കി എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത്, ഈ ചാപ്റ്റർ ഇങ്ങനെയാണ് കേട്ടോ മക്കളെ. നമുക്ക് നമ്മ ഡിപ്ലോമയില് കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, a win-win situation is a resolution in which both sides of negotiation feel they have gotten what they want അല്ലെ. ഒരു ചർച്ച, ഇപ്പൊ ഒരു വിൻ വിൻ സിറ്റുവേഷനില് ഒരു ചർച്ച, അങ്ങനെ ഒരു നെഗോസിയേഷൻ നടത്തുമ്പോൾ എന്താണ്, ഒരു ചർച്ചയുടെ ഇരുവശത്തുമുള്ള ആളുകള്, പാർട്ടീസ് എന്താണ് വിചാരിക്കുന്നത്, തങ്ങൾക്ക് ആവശ്യമുള്ളതായി അല്ലെ, തങ്ങൾക്ക് എന്തായിരുന്നോ വേണ്ടത് അത് ലഭിച്ചതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെയാണോ? ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് ഒരു റെസൊല്യൂഷൻ കിട്ടുന്നത്, പരിഹാരം കിട്ടുന്നത് എന്താണ്, ആ ഒരു നെഗോസിയേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് പാർട്ടിയും എന്താണോ അവർക്ക് ആഗ്രഹിച്ചത് അല്ലെ, അവര് വാണ്ട് ചെയ്തത്, അവർക്ക് ആവശ്യമുള്ളതായി ലഭിച്ചതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു, അവർക്ക് അനുഭവപ്പെടുന്നു. അതായത് എന്താണ്, അവർക്ക് ഒരാൾക്കും
നഷ്ടം സംഭവിക്കുന്നില്ല അല്ലെ. ഒരാൾക്കും നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പൊ എന്താണ് അവർക്ക് തോന്നുന്നത്? നമ്മ എന്താണോ ആഗ്രഹിച്ചത് അത് നമുക്ക് ലഭിച്ചതായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ഓക്കെയാണോ? ലേണിംഗ് ഹൗ ടു നെഗോസിയേറ്റ് എ വിൻ-വിൻ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് മോറൽ അല്ലെ. എന്താണ് ഒരു വിൻ-വിൻ സിറ്റുവേഷൻ എങ്ങനെ ചർച്ച ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്മുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു അല്ലെ. നമ്മുടെ കാര്യത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാല് നമ്മുടെ എന്താണ് മോറൽ വർദ്ധിപ്പിക്കുന്നുണ്ടോ, മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ടോ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെ. നമുക്കത് കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു മനോവീര്യം ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ലേണിംഗ് ഹൗ ടു നെഗോസിയേറ്റ് അല്ലെ, നമ്മൾ എങ്ങനെ ചർച്ച ചെയ്യാമെന്ന് അല്ലെ, വിൻ-വിൻ സിറ്റുവേഷൻ ചർച്ച ചെയ്യാമെന്ന് പഠിക്കുന്നത് നമ്മുടെ മോറൽ, നമ്മുടെ മനോവീര്യം വർദ്ധിക്കുന്നു. ഇൻ ദിസ് ആർട്ടിക്കിൾ ഈ പറയുന്ന ആർട്ടിക്കിള് we discuss what a win-win situation is, list common ways of reaching one and offer a few tips about how to reach a win-win resolution the workplace അല്ലെ. എന്താണ് ഈ തന്നിരിക്കുന്ന ആർട്ടിക്കിള് എന്താണ് നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? we discuss what a win-win situation, win-win situation എന്താണെന്ന്. ഇപ്പൊ നമുക്കറിയാം win-win situation എന്താണ്. അവിടെ ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല അല്ലെ. രണ്ടുപേർക്കും ഡിസൈറബിൾ ആയിട്ടുള്ള, രണ്ടുപേർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഓക്കെയാണോ? അവിടെ ഒരു ലോസേഴ്സും ഇല്ല അല്ലെ. ആണോ? ക്ലിയർ ആണോ? അപ്പൊ എന്താണ് വിൻ-വിൻ സിറ്റുവേഷൻ എന്നും പിന്നെ എന്താണ് ലിസ്റ്റ് കോമൺ വേസ് ഓഫ് റീച്ചിങ് വൺ ആൻഡ് ഓഫർ ഫ്യൂ ടിപ്സ് അബൌട്ട് ഹൗ ടു റീച്ച് വിൻ-വിൻ റെസൊല്യൂഷൻ ഇൻ ദ വർക്ക് പ്ലേസ് അല്ലെ. എന്താണ് നമ്മുടെ വർക്ക് പ്ലേസിൽ ഒരു വിൻ-വിൻ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, ഒരു നെഗോസിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ വിൻ-വിൻ റെസൊല്യൂഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ വിൻ-വിൻ സിറ്റുവേഷൻ ഉപയോഗിച്ച് നമുക്ക് പൊതുവായിട്ടുള്ള ഒരു കോമൺ ബേസിലേക്ക് എത്തിച്ചേരാൻ എങ്ങനെ സാധിക്കുമെന്ന് അറിയാനുള്ള ഫ്യൂ ടിപ്സുകളും ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു ആർട്ടിക്കിളില് പറയുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ്, നമുക്കൊരു വിൻ-വിൻ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കഷൻ നടത്താറുണ്ടോ? നെഗോസിയേഷൻ നടത്താറുണ്ടോ? സാലറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേജസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് അവേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്കുള്ള ബെനഫിറ്റ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ. നെഗോസിയേഷൻ നടത്താറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നെഗോസിയേഷനിൽ നമുക്ക് ആ ഒരു വിൻ-വിൻ റെസൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള ടിപ്സുകൾ എന്താണെന്നും ഈ ഒരു ആർട്ടിക്കിളില് പറയുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ഒന്നുകൂടെ പറയണം. ഓക്കെ. ഇവിടെ ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ, അതിങ്ങനെ പോകുന്നുണ്ട് വിൻ-വിൻ റെസൊല്യൂഷൻ എന്താണെന്നൊക്കെ. അപ്പൊ ആ ഒരു ആർട്ടിക്കിളില് എന്താണ് നമുക്ക് ആ ഒരു വിൻ-വിൻ സിറ്റുവേഷൻ എന്താണെന്നും ഡിസ്കസ് വാട്ട് എ വിൻ-വിൻ സിറ്റുവേഷൻ, വിൻ-വിൻ സിറ്റുവേഷൻ എന്താണെന്നും കൂടാതെ നമുക്ക് വർക്ക് പ്ലേസിൽ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ആ വിൻ-വിൻ റെസൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള കുറച്ച് ടിപ്സുകളും നമുക്ക് ഇതിൽ പറയുന്നു. ഓക്കെയാണോ? നമുക്ക് ആ ഒരു വിൻ-വിൻ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഹൗ ടു നെഗോസിയേറ്റ്, നമ്മ വിൻ-വിൻ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കണം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെയാണോ? ഇപ്പൊ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഉപയോഗിക്കേണ്ടത്? നെക്സ്റ്റ് പറയുന്നത് there are many different types of outcomes അല്ലെ. നമ്മൾ ഈ നെഗോസിയേഷൻ നടത്തുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഔട്ട്കംസ് ലഭിക്കാം അല്ലെ. ചിലപ്പോൾ രണ്ടുപേരും വിജയിക്കാം അല്ലെ. ആണോ? ചിലപ്പോ ഒരാൾക്ക് പരാജയം ഒരാൾ വിജയിക്കും, ഒരാൾക്ക് പരാജയം സംഭവിക്കാം അല്ലെ. ചിലപ്പോ രണ്ടു കൂട്ടർക്കും പരാജയം സംഭവിക്കാം അല്ലെ.
അപ്പൊ എന്താണ്, there are many different types of outcomes അല്ലെ. ഒരു നെഗോസിയേഷനിൽ നമുക്ക് ഡിഫറെന്റ് തരത്തിലുള്ള ഔട്ട്കംസുകൾ അല്ലെ ലഭിക്കുന്നുണ്ട്. എവരിബഡി മൈറ്റ് വിൻ, രണ്ടുപേർക്കും വിൻ ചെയ്യാണ് അല്ലെ. നമ്മിപ്പോ വിൻ വിൻ സിറ്റുവേഷൻ പറഞ്ഞ പോലെ രണ്ടുപേരും അവിടെ വിജയിക്കില്ലേ? രണ്ടുപേർക്കും പരാജയം സംഭവിക്കുന്നില്ല അല്ലെ, രണ്ടുപേരും വിജയിക്കുകയാണ്. അപ്പൊ എന്താണ് അവിടെ വിൻ വിൻ സിറ്റുവേഷൻ ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് വൺ മൈറ്റ് ഗെയിൻ വൈൽ അതർ ലോസ്. അവിടെ ഒരാൾക്ക് വിജയവും ഒരാൾക്ക് പരാജയമാണ് സംഭവിക്കുന്നത്. വിൻ ലോസ് സിറ്റുവേഷൻ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് പറയുന്നത് all parties come out losing ഇല്ലേ, രണ്ടുപേർക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓക്കെ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡെഫിനേഷൻ ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ദ ഡിക്ഷണറി ഓഫ് കേംബ്രിഡ്ജ്, നമ്മുടെ കേംബ്രിഡ്ജ് ഡിക്ഷണറി അനുസരിച്ച് a win-win situation or result is one that is called good for everyone who is involved അല്ലെ. ഒരു വിൻ വിൻ സിറ്റുവേഷനില് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടില് രണ്ടുപേർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാവും അല്ലെ, രണ്ടുപേർക്കും ഉപകാരപ്രദമായിരിക്കും. ആണോ? നമ്മളവിടെ പറഞ്ഞു രണ്ടുപേരും വിൻ ചെയ്യാണ് അല്ലെ, രണ്ടുപേരും വിൻ ചെയ്യാണ്, ഒരാൾക്കും പരാജയം സംഭവിക്കുന്നില്ല അല്ലെ. അപ്പൊ എന്താണ് ഒരു വിൻ വിൻ സിറ്റുവേഷനില് അല്ലെങ്കിൽ ആ ഒരു വിൻ വിൻ നെഗോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റിസൾട്ടില് എന്താണ് അതിൽ ഉൾപ്പെടുന്ന രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആർ എ സിറ്റുവേഷൻ ഫോർ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. നമ്മുടെ എംപ്ലോയീസിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വർക്കിന് ടൈം കൊടുക്കുമ്പോൾ അത് ആർക്കാണ്? എംപ്ലോയേഴ്സിനും തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ഷെഡ്യൂൾ ചെയ്ത് തരുമ്പോൾ എന്താണ് നമുക്ക് തന്നെ അല്ലെ എംപ്ലോയീസിന് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് കൂടുതൽ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട് അല്ലെ, കൂടുതൽ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ എംപ്ലോയേഴ്സിനോ അവരുടെ ഔട്ട്കം കൂടുന്നുണ്ടോ? പ്രോഫിറ്റ് കൂടോ? സേവിങ്സ് കൂടല്ലേ? കോസ്റ്റ് അവർക്ക് പിന്നെന്താണ് ചെലവ് കുറയ്ക്കാൻ സാധിക്കില്ലേ? ഇപ്പൊ നമുക്ക് വർക്കിംഗ് ഡ്യൂട്ടിക്ക് കാലത്ത് ഒരു 100 പേര്, വൈകിട്ട് ഒരു 100 പേര് വരുമ്പോൾ ഈ ഒരു റിസോഴ്സുകൾ ഉപയോഗിച്ച് തന്നെ ഈവനിങ് ഷിഫ്റ്റ് ഉള്ളവർക്ക് വർക്ക് ചെയ്യാലോ അല്ലെ. ആ റിസോഴ്സുകൾ ഉപയോഗിച്ച് തന്നെ ഈവനിങ് ഷിഫ്റ്റിലുള്ളവർക്ക് ജോലി ചെയ്യാം അല്ലെ. അപ്പൊ കോസ്റ്റ് ചെലവ് അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ എംപ്ലോയേഴ്സിന് അത് പ്രോഫിറ്റ് അല്ലേ, ഗുണം ചെയ്യുന്നില്ലേ? ഇല്ല അല്ലെ. അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഒരു നെഗോസിയേഷന്റെ സമയത്ത് മാത്രമല്ല, ഒരു സിറ്റുവേഷൻ, ഒരു ഗെയിം, ഒരു സ്ട്രാറ്റജി, എന്ത് കാര്യത്തിലും എങ്ങനെയാണ് രണ്ടുപേർക്കും ഒരുപോലെ ഉപകാരമുണ്ടാകുന്ന, പ്രയോജനമുണ്ടാകുന്ന ഒരു കാര്യത്തെ നമുക്ക് എന്ത് പറയാം? വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയാം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് in a win-win situation both parties come out on top അല്ലെ. എന്താണ് രണ്ട് പാർട്ടിയും മുന്നിലെത്താണ് അല്ലെ. ഒരാള് പരാജയപ്പെട്ടാലല്ലേ അവർക്ക് ബാക്കിലേക്ക് പോകേണ്ടി വരുള്ളൂ. ഇവിടെ ആർക്കെങ്കിലും പരാജയമുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടുപേരും മുന്നിലേക്ക് എത്തുന്നു അല്ലെ, ടോപ്പിലേക്ക് എത്തുന്നു. in a zero sum or win-loss situation. നെക്സ്റ്റ് പറയുന്നത് ഒരു സീറോ സം സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ win-loss സിറ്റുവേഷൻ ആണെങ്കിൽ there is just one winner. അവിടെ ഒരു വിന്നറേ ഉണ്ടാവുള്ളൂ. the other party losses അല്ലെ. അവർ ഒപ്പോസ് നിൽക്കുന്ന പാർട്ടി എങ്ങനെയായിരിക്കും? പരാജയം സംഭവിക്കും അല്ലെ. ആണോ? അപ്പൊ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു നെഗോസിയേഷൻ ആണ്. അവിടെ ബയ്യർ വിജയിച്ചു കഴിഞ്ഞാൽ, ബയ്യർക്ക് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അവിടെ പരാജയം സംഭവിക്കുന്നത്? സെല്ലർക്കായിരിക്കും അല്ലെ, സപ്ലയേഴ്സിനായിരിക്കും അവിടെ പരാജയം സംഭവിക്കുന്നത് അല്ലെ. ഒരു വിൻ ലോസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സീറോ സം സിറ്റുവേഷനിൽ ഒരു പാർട്ടി മാത്രം വിജയിക്കുള്ളൂ. അപ്പൊ അതിന് ഒപ്പോസ് നിൽക്കുന്ന പാർട്ടിക്ക് എന്താണ്? ലോസ് സംഭവിക്കുന്നു അല്ലെ, നഷ്ടം സംഭവിക്കുന്നു. ഓക്കെ അല്ലേ? ഇത് നെക്സ്റ്റ് എടുക്കട്ടെ.
Next, what is win-win situation? Win-win situation എന്താണ് അല്ലെ? A win-win situation is a resolution to a negotiation where both the parties benefits from the outcome. അല്ലെ? എന്താണ് രണ്ട് പാർട്ടിക്കും ആ ഒരു നെഗോസിയേഷൻ, ആ ഒരു വിൻ-വിൻ സിറ്റുവേഷനിൽ ആ ഒരു നെഗോസിയേഷനിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്കം എങ്ങനെയായിരിക്കും? ഒരുപോലെ ഗുണം ചെയ്യുന്നതായിരിക്കും അല്ലെ? രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന ഔട്ട്കം തന്നെ ലഭിക്കുന്നത്. രണ്ടുപേരും വിൻ ചെയ്യാണ് അല്ലെ? രണ്ടുപേർക്കും ഗുണം ചെയ്യുന്ന ഔട്ട്കം ആയിരിക്കും ലഭിക്കുന്നത്. ദിസ് യൂഷ്വലി റിസൾട്ട് ഇൻ ബോത്ത് പാർട്ടീസ് ബെനിഫിറ്റ് ഫ്രം ദ ഔട്ട്കം അല്ലെ? കൂടാതെ സാധാരണയായിട്ട് എന്താണ്, രണ്ട് പാർട്ടിക്കാർക്കും ഗുണം നൽകും അല്ലെ? പറഞ്ഞു തന്നെയാണ് കേട്ടോ പറയുന്നത്. The usual result in both parties voluntarily accepting the proposed resolution. അല്ലെ? രണ്ട് പാർട്ടിക്കും എന്താണ് നിർദ്ദേശിക്കപ്പെട്ട പരിഹാരം അവർ സ്വമേധയെ അംഗീകരിക്കുന്നു അല്ലെ? ഇപ്പൊ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല, ലാഭമാണ്, നമ്മ വിജയിക്കുകയാണെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ നമ്മൾ അംഗീകരിക്കില്ലേ? പരിഹാരം നമ്മൾ അംഗീകരിക്കില്ലേ? അല്ലെ? നമുക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല അല്ലെ? ആണോ? ആ റെസൊല്യൂഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? വിൻ-വിൻ സിറ്റുവേഷനിൽ രണ്ടുപേർക്കും കിട്ടുന്ന ഔട്ട്കം എങ്ങനെയായിരിക്കും? ഉപകാരപ്പെടുന്നതായിരിക്കും അല്ലെ? ബെനിഫിറ്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസൊല്യൂഷൻ, പരിഹാരം അവരെങ്ങനെയാണ് സ്വമേധയെ അംഗീകരിക്കുന്നു അല്ലെ? നിങ്ങളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് നഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കോ? ഇല്ല. അത് മനുഷ്യ സഹജമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ അത് ദ യൂഷ്വൽ റിസൾട്ട് അല്ലെ? നമുക്ക് ഈ വിൻ-വിൻ സിറ്റുവേഷനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഔട്ട്കംസ് രണ്ടുപേരും സ്വമേധയാ അംഗീകരിക്കുന്നു. ഇൻ എ നെഗോസിയേഷൻ such as one regarding payment for services rendered അല്ലെ? ഇപ്പൊ എന്താണ് ഒരു നെഗോസിയേഷനില് such as one regarding payment for service. ഇപ്പൊ ബയ്യർ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സെല്ലർ, സപ്ലയേഴ്സ് ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് നമ്മുടെ ബയ്യറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബയ്യർ അവിടെ എന്ത് ചെയ്യണം? ക്യാഷ് പേയ്മെന്റ് എടുക്കണം അല്ലെ? പൈസ കൊടുക്കണ്ടേ? വെറുതെ കൊടുക്കോ? ഫ്രീ ആയിട്ട് കൊടുക്കോ? ഇല്ല അല്ലെ? ഇല്ല. അപ്പൊ എന്താണ് ഒരു നെഗോസിയേഷൻ such as one regarding payment for services rendered. അവർക്ക് കിട്ടുന്ന ആ ഒരു സർവീസിന്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റിന്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ മെറ്റീരിയലിന് അവർ നിർബന്ധമായിട്ടും അല്ലെ പണം അടച്ചിട്ടുണ്ടായിരുന്നു, പണം നൽകുന്നു. This can mean that the person receiving payment is happy with the amount, while the one who pays feels that amount matches എന്നാണ് കേട്ടോ. എമൗണ്ട് മാച്ചസ് എന്നാണ്. ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? അല്ല, ഓക്കെ ആണ്, കറക്റ്റ് ആണ്. While the one who pays feels that amount matches the service they received അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഒരു പർച്ചേസിംഗ് നടത്തുമ്പോൾ അവിടെ വിൻ-വിൻ സിറ്റുവേഷൻ ആണെന്ന് പറയാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഇപ്പൊ ബയ്യർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ലഭിച്ച പൈസക്ക് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകണം അല്ലെ? ഇപ്പൊ നമ്മ ഒരു പ്രോഡക്റ്റ് വിറ്റു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് സുമിയൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ എന്താണ്, സുമിയ എനിക്ക് തന്ന എനിക്ക് ആ ഒരു പ്രോഡക്റ്റിന് അടച്ച പൈസക്ക് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയല്ലേ? ഹാപ്പിയാണ് അല്ലെ? അതേപോലെ സുമിയ എപ്പോഴാണ് ഹാപ്പി ആവുന്നത്? സുമിയക്ക് കിട്ടിയ ആ ഒരു പ്രോഡക്റ്റ്, സുമിയ ആ നൽകിയ പണത്തിനുള്ള മൂല്യമുണ്ട്, അതിനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ സുമിയ ഹാപ്പി അല്ലേ? സുമിയ ഹാപ്പിയാണ് അല്ലെ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? വിൻ-വിൻ സിറ്റുവേഷൻ ആണോ അവിടെ സംഭവിച്ചേ? ഓക്കെ ആണോ? ദിസ് ക്യാൻ മീൻ, ഓക്കെ ആണോ? ദിസ് ക്യാൻ മീൻ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ദാറ്റ് ദ പേഴ്സൺ റിസീവിംഗ് പേയ്മെന്റ് അല്ലെ? ഞാൻ ആ ഒരു പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ ഞാൻ ആ എമൗണ്ടിൽ ഹാപ്പിയാണ് അല്ലെ? എന്താണ് ഞാൻ ഹാപ്പി ആയത്? എനിക്ക് ലാഭം ലഭിച്ചിട്ടുണ്ട്. ലാഭം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയി അല്ലെ? പക്ഷെ നെക്സ്റ്റ് അതർ സൈഡ് എന്താണ് പറയുന്നത്? വൈ ദ വൺ ഹൂ പേസ് ഫീൽ, ആരാണ് പേയ്മെന്റ് അടച്ചത് അല്ലെ? അവര് എന്താണ്
feel that amount matches the service they received. അല്ലെ, അവര് അടച്ച ആ ഒരു പണവുമായിട്ട് അവർക്ക് ലഭിച്ച ആ സർവീസുകൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ്? ഈക്വൽ ആണ് അല്ലെ. നമ്മ അടച്ച പൈസക്കുള്ള മൂല്യമുണ്ട്, അതിനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ മക്കളെ? ഓക്കെ ആയോ? ഒരു ബയ്യർക്ക് പൈസ കിട്ടുമ്പോൾ അവര് കൊടുത്ത പ്രോഡക്റ്റിന് കിട്ടുന്ന ആ ഒരു പേയ്മെന്റിൽ അവര് ഹാപ്പി ആകുന്നത് അവർക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ. ബയ്യർ കേട്ടോ മാറിപ്പോയി. ബയ്യർ ഹാപ്പി ആകുന്നത് അവര് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റിന് അവര് കൊടുത്ത എമൗണ്ടുമായി മാച്ച് ചെയ്യുമ്പോൾ ഈക്വൽ ആണ് അല്ലെ. അവർക്ക് കൊടുത്ത പൈസക്കുള്ള എമൗണ്ട് മാച്ചസ്. എമൗണ്ട് കേട്ടോ, രണ്ട് വേർഡാണ്. എമൗണ്ട് മാച്ചസ്. ഓക്കെ ആണോ? പണവുമായി പൊരുത്തപ്പെടുത്തുമ്പോൾ, മാച്ച് ചെയ്യുമ്പോൾ. ഓക്കെ ആണോ? MOUNT സ്പേസ് മാച്ചസ്. പണവുമായി മാച്ച് ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് പറയുന്നത് a win-win situation or an ideal resolution. എമൗണ്ട് മാച്ചസ്. ഓക്കെ, ഐഡിയൽ റെസൊല്യൂഷൻ അല്ലെ. എന്താണ് നമ്മുടെ വിൻ-വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഐഡിയൽ റെസൊല്യൂഷൻ ആണ് അല്ലെ, ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ, ഡിസിഷൻ അല്ലെ, പരിഹാരമാണ് അല്ലെ. Since it often means both parties receive the deal they desire and a negotiation can end അല്ലെ. രണ്ടു പേർക്കും ആഗ്രഹിച്ച ഒരു ഡീല്, ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? നെഗോസിയേഷൻ അവസാനിക്കുകയാണ് അല്ലെ. അല്ലെ, ആ ഒരു നെഗോസിയേഷൻ, ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം കൊണ്ട് രണ്ടുപേർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു റെസൊല്യൂഷൻ, പരിഹാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ആ ഒരു നെഗോസിയേഷൻ അവസാനിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. വിൻ-വിൻ സിറ്റുവേഷനും വിൻ ലോസ് സിറ്റുവേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഒരു ഡിഫറൻസിയേഷൻ ആണ് കേട്ടോ പറയുന്നത്, വ്യത്യാസമാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് a win-loss situation means one party gets the result they wanted, but the other does not അല്ലെ. തേർഡ് സ്റ്റെപ്പ് ഏതാണ് സുജിനി? ഇതാണോ? വെണ്ടർ അസസ്മെന്റ് പ്രോസസ് ആണോ? വെണ്ടർ ഇവാലുവേഷൻ ഇവിടെയാണോ? വെണ്ടർ ഇവാലുവേഷൻ ഇതാണോ പറയുന്നത്? 3 ഡിഫറെന്റ് ടൈപ്സ് ആണോ പറയുന്നത്? മിസ് പറഞ്ഞുതരാം കേട്ടോ. ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് ഇവാലുവേഷൻ അല്ലേ? മിസ് പറഞ്ഞുതരാം കേട്ടോ. ഒരു മിനിറ്റ്, ആ ഒരു സെക്ഷൻ ഒന്ന് മിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. A win-loss situation means one party gets the result they wanted അല്ലെ. win-loss പറഞ്ഞ മിസ് എന്താണ്? ഒരാള് വിൻ ചെയ്യുകയും മറ്റാള് പരാജയപ്പെടുകയും ചെയ്യാണ് അല്ലെ. അപ്പൊ എന്താണ്? ഒരാള് ആഗ്രഹിച്ച റിസൾട്ട് മാത്രം കിട്ടുവാണ് അല്ലെ, മറ്റാൾക്ക് എന്ത് അത് ലഭിക്കുന്നുണ്ടോ? അവരാഗ്രഹിച്ച ഒരു കാര്യം അവർക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നോക്കിയേ, win-loss situation എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു പാർട്ടിക്ക് അവർ ആഗ്രഹിച്ച കാര്യം ലഭിക്കുന്നു, പക്ഷെ മറ്റേ പാർട്ടിക്ക് അത് ലഭിക്കുന്നില്ല അല്ലെ. പക്ഷേ അത് ഡസ് നോട്ട്, അവർക്ക് അത് കിട്ടുന്നില്ല. Because of this, win-loss outcomes are often less attractive than win-win situation. അപ്പൊ ആ ഒരു win-win സിറ്റുവേഷന്റെ ആ ഒരു win-loss സിറ്റുവേഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത് win-win സിറ്റുവേഷന്റെ അത്രയും അട്രാക്റ്റീവ് ആണോ? ആകർഷകമായിരിക്കോ? ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നമുക്ക് ലോസ് സംഭവിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്? വിൻ സിറ്റുവേഷന്റെ ആ ഒരു ഔട്ട്കമ്മിന്റെ അത്ര ആകർഷകമല്ല. ഇൻ win-loss situation, the party who's received less than they expected doesn't always accept the resolution willingly. win-loss situationല്
നമുക്ക് പരാജയം സംഭവിച്ച അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച പാർട്ടി, അതായത് അവർ ആഗ്രഹിച്ചതിലും കുറവ് അല്ലെ, അവർ ഡിസൈഡ് ചെയ്ത അല്ലെങ്കിൽ അവർ വാണ്ട് ചെയ്തതാണ് അവർക്ക് ലഭിക്കുന്നത്. പരാജയം സംഭവിച്ച ആൾക്ക് ഇല്ല അല്ലെ, അവര് ആഗ്രഹിച്ചതല്ല ലഭിക്കുന്നത്. അപ്പൊ അവര് ആ ഒരു റെസൊല്യൂഷൻ, ആ ഒരു പരിഹാരം അവർ സ്വമേധയെ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് പരാജയം സംഭവിക്കുകയാണെങ്കിൽ നമ്മ ആ റിസൾട്ട് നമ്മൾ സ്വമേധയ അംഗീകരിക്കോ? ഇല്ല അല്ലെ. അവരെന്താണ് ആ ഒരു റെസൊല്യൂഷൻ സ്വമേധയ അംഗീകരിക്കുന്നില്ല. So this may mean end of negotiation. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു നെഗോസിയേഷന്റെ അവസാനത്തില് it may leave an obstacle to overcome should the two parties decide to do business jointly in the future. അല്ലെ, ഭാവിയില് രണ്ട് പാർട്ടിയും സംയുക്തമായി അവര് ഒരു ബിസിനസ് നടത്താൻ തീരുമാനിച്ചാലും അത് അവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കോ? അത് മറികടക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു ബിസിനസ്, ഒരാളുമായിട്ട് ഒരു ബിസിനസ് നടത്തി, ഞാനും മനുഷ്യൻ തമ്മിൽ ഒരു ബിസിനസ് നടത്തി, അതിൽ എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പെൻഷനായിട്ട് ബിസിനസ് നടത്തോ? എന്തെങ്കിലും ബിസിനസ് പെൻഷനായിട്ട് പ്രോഡക്റ്റ് വാങ്ങോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്? ഭാവിയില് അവരുമായി ബിസിനസ് നടത്തുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് win-win situation. Win-win situation, however, helps to ensure positive interaction between both parties should they continue working together. അല്ലെ, എന്താണ് അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലെ, നല്ല റിലേഷൻ ആയിരിക്കുമല്ലോ. വിൻ-വിൻ സിറ്റുവേഷനിൽ രണ്ട് പാർട്ടിക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് ആണ് അല്ലെ, രണ്ട് പാർട്ടിക്കും വിജയം സംഭവിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് അവിടെ അവര് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ പോസിറ്റീവ് രീതിയിലായിരിക്കും. കൂടാതെ അവര് തമ്മിലുള്ള ആ ഒരു വർക്കിംഗ് അവർ കണ്ടിന്യൂ ചെയ്യോ? ഭാവിയിലും അവരുമായി ബിസിനസ് എടുത്ത് അല്ലെ, ഭാവിയിലും അവര് തമ്മിലുള്ള ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. They help create positive relationship അല്ലെ, അവര് തമ്മിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സൃഷ്ടിക്കാനായി സാധിക്കുന്നു. കൂടാതെ can have additional benefits such as someone recommending a contractor they have worked with before or leaving a positive online review for a business. അല്ലെ, ഇപ്പൊ നമ്മ ഒരാളുമായിട്ട് ബിസിനസ് നടത്തി, ആ ഒരു ബിസിനസ്സിൽ എനിക്ക് ലാഭമാണ് കിട്ടിയത്, എനിക്ക് ലാഭം കിട്ടി, മറ്റാൾക്കും ലാഭം കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അവരുടെ പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഉള്ളതാണ്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഫ്രണ്ട്സിനും നമുക്കറിയാവുന്ന ആളുകൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഓൺലൈൻ റിവ്യൂ കൊടുക്കും അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കും അല്ലെ. അപ്പൊ എന്താണ്? നമുക്ക് അവര് തമ്മിലുള്ള ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക മാത്രമല്ല അല്ലെ, അതർ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണ് അതർ ബെനിഫിറ്റ്സ്? അവർ മറ്റുള്ളവരിലേക്ക് ഇവരും ഈ കോൺട്രാക്ടറെ കുറിച്ച് അല്ലെങ്കിൽ ഈ സപ്ലയേഴ്സിനെ കുറിച്ച്, വെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് it can also help build business relationship that benefits both parties and boost morale in the workplace. അല്ലെ, എന്താണ്? it can also help build business relationship അല്ലെ. ഇവര് തമ്മിൽ എന്താണ്? ആ ഒരു സപ്ലയേഴ്സും ആ ഒരു ബയേഴ്സും തമ്മിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് അല്ലെ, രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പ് ബന്ധം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ, സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. കൂടാതെ വർക്ക് പ്ലേസിൽ അവരുടെ മനോവീര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? വർക്ക് പ്ലേസിൽ അവരുടെ മനോവീര്യം വർദ്ധിക്കുക കൂടി ചെയ്യുന്നു. ഒരു മിനിറ്റ് സജിനി, നമ്മുടെ ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല് നമ്മ ആ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മ ആ ഒരു പർച്ചേസിങ് നടത്തുന്നതിന് മുമ്പ് നമ്മ ആ വെൻഡേഴ്സിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാണ് കേട്ടോ. അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി ഇവാലുവേറ്റ് ചെയ്ത് എന്താണ് നമ്മൊരു വെൻഡേഴ്സിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ ലീഡ് ടൈമിൽ നമുക്ക് സാധനങ്ങളെ ലഭ്യമാക്കാൻ സാധിക്കുമോ, അവർ തരുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഓക്കെയാണോ?
നെക്സ്റ്റ് നമ്മുടെ ഫ്രാങ്ക് കാപ്ലൻ എന്നുള്ള ആള് എഡ്യൂക്കേറ്റർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു വെൻഡേഴ്സിന്റെ സർവേ നടത്താം അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള വെൻഡേഴ്സ് ആരൊക്കെയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ വെൻഡേഴ്സ് ആണ് വിൽപ്പന നടത്തുന്നത്, സപ്ലൈ ചെയ്യുന്നത്, ഓരോരുത്തരുടെയും എന്താണ് കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ സർവേ നടത്തുന്നതും അവരുടെ കഴിവുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതും ഒരു പർച്ചേസർ ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. പിന്നെ കൂടാതെ എന്തുകൂടി അവർ ഇവാലുവേറ്റ് ചെയ്യണം, ജസ്റ്റ് വെൻഡറിന്റെ കേപ്പബിലിറ്റിയും വെൻഡേഴ്സിന്റെ സർവേസും മാത്രം നടത്തിയാൽ പോരാ. പിന്നെ എന്തുകൂടി അവർ നോക്കണം, ആ ഒരു വെൻഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങള് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ, ഗുണനിലവാരമുള്ളതാണോ എന്ന് കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്പനീസ് അവരുടെ സപ്ലയേഴ്സിനെയും അവരുടെ വെൻഡേഴ്സിനെയും അവരുടെ ബിസിനസിന്റെ ഒരു സഹായിയായിട്ട് അല്ലെ, അസിസ്റ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്, നമ്മ ഒരു സപ്ലയേഴ്സിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അവര് തരുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്താണ്, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെ, പല എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ മരുന്നുകളുടെ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇമേജിനെ ബാധിക്കോ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ബാധിക്കോ? ഇല്ലേ? അപ്പൊ എന്താണ്, നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളാണ് ആ ഒരു സപ്ലയേഴ്സ് വെൻഡേഴ്സ് തരുന്നതെങ്കിൽ അവര് നമ്മുടെ എന്താണ് ബിസിനസിന്റെ സഹായികളായിട്ട് അല്ലെ, സഹായിക്കുന്ന പാർട്ട്നേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ ആണോ? മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. മിസ് വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.